ഹലോ എവ്രി വൺ, KS ബെൻഡർ അവതരിപ്പിക്കുന്ന വീക്ക്ലി കറണ്ട് അഫയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒക്ടോബർ 3-ാം ആഴ്ചയിൽ നമ്മൾ കണ്ട കുറച്ച് കറണ്ട് അഫെയർ ടോപ്പിക്കുകളാണ്. നമുക്കപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ കറണ്ട് അഫെയർ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ പേപ്പർ 1, KSന്റെ പേപ്പർ 1-ൽ ഹിസ്റ്ററി ഇന്ത്യ ആൻഡ് കേരള, ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, അതുപോലെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ആൻഡ് ഇന്ത്യയിലൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. അതൊരു ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആദ്യത്തെ ടോപ്പിക്കാണ് കാട്ടി ബിഹു ഫെസ്റ്റിവൽ. അപ്പോൾ എന്താണ് ഈ കാട്ടി ബിഹു ഫെസ്റ്റിവൽ എന്ന് നമുക്ക് നോക്കാം. അത് ആസാം മേഖലയിൽ, അതായത് ആസാം സംസ്ഥാനത്ത് കാട്ടി ബിഹു ഫെസ്റ്റിവൽ ഒക്ടോബർ മാസത്തിൽ നടത്തപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ കാട്ടി ബിഹു ഫെസ്റ്റിവൽ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും ആസാം എന്ന സംസ്ഥാനത്ത് ബിഹു ഫെസ്റ്റിവൽ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാണ് റോങ്കാലി ഓർ ബൊഹാഗ് ബിഹു, അത് ഏപ്രിൽ മാസത്തിൽ ഒബ്സർവ് ചെയ്യുന്നതാണ്. കൊങ്കാലി ഓർ കാട്ടി ബിഹു അത് ഒക്ടോബർ മാസത്തിൽ. ഭോഗാലി ഓർ മാഘ് ബിഹു അത് ജനുവരി മാസത്തിലാണ് ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഓണം എന്ന പോലെ ഈ കാട്ടി ബിഹു ഫെസ്റ്റിവൽ ഒരു റിലീജിയനോ കാസ്റ്റോ ക്രീഡോ ഒന്നും തന്നെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ കാട്ടി ബിഹു ഫെസ്റ്റിവൽ. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ഇത് കൂടുതൽ ആഘോഷിക്കുന്നത് വളരെ മിഡിൽ ക്ലാസ്സോ അതിൽ താഴെയുള്ള പുവർ പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഇത് ആഘോഷിക്കുന്നത്. കാരണം അവരുടെ വിളകളെല്ലാം തന്നെ വളരുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഗ്രേനറീസ് ഒക്കെ ഒരുവിധം തീരാറായ ഒരു ഘട്ടത്തിൽ, അപ്പോൾ അവരുടെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗവും അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് കാട്ടി ബിഹു ഫെസ്റ്റിവൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് സവിശേഷതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരുതരം വിളക്കുണ്ട്, അതായത് മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മുള വിളക്ക്, അതാണ് സാക്കി എന്ന് പറയും. SAKI, സാക്കി എന്ന് പറയുന്ന മുള വിളക്കുകൾ. നമ്മളുടെയൊക്കെ നാട്ടിൽ ചിരാതിലൊക്കെ വെക്കുന്ന വിളക്കുകൾ പോലെ, അല്ലെ വാഴപ്പോളയിലുള്ള വിളക്കുകളൊക്കെ പോലെ, ഇതുപോലെയുള്ള അവരുടെ ഒരു സംസ്കാരത്തോട് ഇടചേർന്ന് നിൽക്കുന്ന ഒരു വിളക്കാണ് ഈ സാക്കി വിളക്കുകൾ എന്ന് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ കൃഷിക്കാരൊക്കെ തന്നെ ഈ നെഗറ്റീവ് സ്പിരിറ്റ്സിനെയൊക്കെ ഓടിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് ചില മന്ത്രോച്ചാരണങ്ങളും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരും നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഉത്സവത്തോടനുബന്ധിച്ച്. അപ്പോൾ ഇതാണ് കാട്ടി ബിഹു ഫെസ്റ്റിവൽ. ആസാം എന്ന സംസ്ഥാനത്ത് ഒക്ടോബർ മാസം നടത്തപ്പെടുന്ന ഫെസ്റ്റിവലാണ് കാട്ടി ബിഹു ഫെസ്റ്റിവൽ. നമ്മുടെ അടുത്ത ടോപ്പിക് ഒരു ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ടോപ്പിക് എന്ന് നോക്കാം. അതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇപ്പോൾ നമുക്ക് ന്യൂസിൽ വരാൻ കാരണമെന്ന് നോക്കാം. അതായത് ഇന്ത്യയും ഫ്രാൻസും വീണ്ടും ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റും പ്രസിഡന്റുമായി 2 വർഷത്തെ ടെന്യൂറിലേക്ക് വീണ്ടും സെലക്ട് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും ഈ ഒരു ന്യൂസ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ അടുത്തിടയിൽ നടന്ന 3rd അസംബ്ലി, വിർച്വൽ മീറ്റിംഗിലൂടെ നടന്ന 3rd അസംബ്ലിയിലാണ് ഇങ്ങനെ ഒരു റീ എലക്ഷൻ സംഭവിച്ചത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക് നോക്കുന്നത്. ഇനി എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് നമുക്ക് നോക്കാം. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 21ന്റെ ഭാഗമായി ഫ്രാൻസിൽ വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ലോഞ്ച് ചെയ്യുന്നത്. അത് നവംബർ 30, 2015 അപ്പോൾ ഇതിനുള്ളിൽ 121ഓളം രാജ്യങ്ങളാണ് ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഭാഗമായിട്ടുള്ളത്. ഇതിനൊരു അലയൻസ് ഓഫ് ദ സൺഷൈൻ കൺട്രീസ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് ഈ സൺഷൈൻ കൺട്രീസ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിലുള്ള രാജ്യങ്ങളെയാണ് സൺഷൈൻ കൺട്രീസ് എന്ന് പറയുന്നത്. കാരണം ഇത് തന്നെയാണ്, ഏറ്റവും കൂടുതലും സൺഷൈൻ ലഭിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണല്ലോ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് ഈ അലയൻസിന് വന്നു ചേർന്നതും. ഇനി നമുക്ക് എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതായത് ഇതൊരു ക്ലിയർ പുഷ് ടുവേർഡ്സ് നമ്മുടെ ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുഷ് തന്നെയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെയും ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് ലെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ തന്നെ റിന്യൂവബിൾ എനർജിയിലേക്ക്, അതായത് സോളാർ എനർജിയിലേക്ക് അവർക്കൊരു ഷിഫ്റ്റ് സംഭവ്യമാകുകയും ചെയ്യുന്നതാണ്. ഈ ഒരു 24/7 സോളാർ സൈബർ സെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊജക്ട്സിന്, പുതിയതായിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫിനാൻഷ്യൽ ഇന്നോവേഷന് വേണ്ടുന്ന അഡ്വൈസുകളൊക്കെ തന്നെയും രാജ്യങ്ങൾ തമ്മിൽ സംവദിക്കുവാനും നൽകുവാനും ഒക്കെ തന്നെ സാധിക്കുന്ന ഒന്നാണ് ഈ 24/7 സോളാർ സൈബർ സെന്റർ എന്ന് പറയുന്നത്.
അത് മാത്രമല്ല ഒരു കംപ്ലീറ്റ്ലി സോൾ ഫോക്കസ് ഓൺ സോളാർ എനർജി കൊടുക്കുന്ന ഒരേ ഒരു ആദ്യത്തെ ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയാൻ സാധിക്കും. സോളാർ എനർജിയിൽ പരിപൂർണമായി ഫോക്കസ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം, ഇതിനു മുൻപേ ഒരു ഓർഗനൈസേഷൻസും ഇല്ലായിരുന്നോ? ശരിയാണ്, തീർച്ചയായിട്ടും ഉണ്ട്. REEP അല്ലെങ്കിൽ IEA പോലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ റിന്യൂവബിൾ എനർജി റിസോഴ്സസിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി സോളാർ എനർജി മാത്രമായി ഫോക്കസ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ മറ്റൊരു സവിശേഷത എടുത്തു പറയേണ്ടത് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഒരു ഭാഗമാണ്, ഒരു പാർട്ട്ണറാണ്. ബാക്കിയുള്ള ഓർഗനൈസേഷൻസിന് അങ്ങനല്ല. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു സവിശേഷതയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസ് റിസർച്ചോ തിയറി ബിൽഡിങ്ങോ അങ്ങനെയൊന്നുമല്ല, അവർ പ്രാവർത്തികമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട ഒന്നാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോളാർ എനർജി ലീഡർ ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഡെഡിക്കേറ്റഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 100 GW ഓഫ് സോളാർ പവർ ഉണ്ടാക്കണമെന്നാണ് നമ്മളുടെ ഡെഡിക്കേറ്റഡ് ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഇത്രയും പ്രയത്നിക്കുമ്പോഴും നമ്മൾ തന്നെ ലോഞ്ച് ചെയ്യുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഒക്കെ തന്നെ ഇന്ത്യയുടെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ തന്നെ മാറുകയാണ്. അപ്പോൾ ഇതുകൂടാതെ ഇന്ത്യ ഒരു സ്ട്രോങ് കണ്ടന്റർ ആവുകയാണ് ഇന്റർനാഷണലി. മറ്റുള്ള രാജ്യങ്ങൾക്ക്, വികസിത രാജ്യങ്ങളോട് തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി ലീഡറായി മാറുകയാണ് ഇന്ത്യ ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ കൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോട് കൂടുതൽ എംപ്ലോയ്മെന്റ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ഒരു മാക്രോ ലെവൽ അനാലിസിസും അതുപോലെ ഇന്റർനാഷണൽ എനർജി മാർക്കറ്റിലുള്ള ഡിസ്കഷൻസിലും ഒക്കെ തന്നെ ഇന്ത്യ വളരെ ഭാഗമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ ലോകത്തിന് മുന്നിൽ മാറുവാൻ ഏറ്റവും വലിയ കെൽപ്പുള്ള ഒന്നാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുവാൻ സാധിക്കുന്നത്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നാഷണൽ അതോറിറ്റി ഫോർ റീസൈക്ലിംഗ് ഓഫ് ഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് ന്യൂസിൽ ഇപ്പോൾ വരാനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നു. അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇനി മുതൽ നാഷണൽ അതോറിറ്റി ഫോർ റീസൈക്ലിംഗ് ഓഫ് ഷിപ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ നാഷണൽ അതോറിറ്റി ഫോർ റീസൈക്ലിംഗ് ഓഫ് ഷിപ്സ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഏകദേശം 95% വരുന്ന ഷിപ്പിംഗ് റീസൈക്ലിംഗ് ഒക്കെ തന്നെ നടക്കുന്നത് ഗുജറാത്തിലുള്ള അലങ്ങിൽ ഉള്ള ഗുജറാത്ത് മെരിടൈം ബോർഡിന് കീഴിൽ തന്നെയാണ്. അപ്പോൾ ഇതിനോട് തന്നെ ചേർന്നുകൊണ്ട് നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്പ് റീസൈക്ലിംഗ് ഗാന്ധിനഗറിൽ ഗുജറാത്തിൽ തന്നെ ബേസ് ചെയ്തുകൊണ്ടാണ് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഇവരുടെ അടിയിലുള്ള പെർവ്യൂ എന്ന് നോക്കാം. അതായത് നാഷണൽ അതോറിറ്റി ഫോർ ഷിപ്പിംഗ് റീസൈക്ലിംഗ് ഇവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ കയ്യിലായിരിക്കും അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ സൂപ്പർവൈഷൻ, അതുപോലെ ഈ മോണിറ്ററിംഗ് മുതലായ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഈ നാഷണൽ അതോറിറ്റി തന്നെയായിരിക്കും. നാഷണൽ അതോറിറ്റി ഫോർ റീസൈക്ലിംഗ് ഓഫ് ഷിപ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ തന്നെയായിരിക്കും അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുക, സൂപ്പർവിഷൻ, മോണിറ്ററിംഗ് ഒക്കെ അവർ തന്നെയായിരിക്കും ഫൈനൽ അതോറിറ്റി ഫോർ അപ്രൂവൽ ഒക്കെ ആയിട്ടും അവർ തന്നെയായിരിക്കും നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ അതുമാത്രമല്ല ഈ ഒരു എപെക്സ് അതോറിറ്റി എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഏത് നിയമത്തിന്റെ കീഴിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അതായത് റീസൈക്ലിംഗ് ഓഫ് ഷിപ്സ് ആക്ട് 2019 പ്രകാരമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിനെ ഈ ഒരു എപെക്സ് അതോറിറ്റിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലം മറക്കേണ്ട, അത് ഗാന്ധിനഗർ ഗുജറാത്തിലാണ്. അതെ, അടുത്തതായി നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സർപ്പഗന്ധ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സർപ്പഗന്ധ എന്ന ടോപ്പിക് നമ്മളിപ്പോൾ എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹൈ ബ്ലഡ് പ്രഷറിന്റെ ചികിത്സയ്ക്കായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് സർപ്പഗന്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർപ്പഗന്ധയ്ക്ക് പകരമായി നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കീഴിലുള്ള സെന്റർ ഫോർ മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് മറ്റൊരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് അഫെയർ മോഡ്യൂളിൽ ഈ സർപ്പഗന്ധയെക്കുറിച്ച് നോക്കുന്നത്. ഇനി എന്താണ് സർപ്പഗന്ധ എന്ന് നമുക്ക് നോക്കാം. 60 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ഒരു ചെടിയാണ് സർപ്പഗന്ധ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇന്ത്യൻ സ്നേക്ക് റൂട്ട് എന്ന് പറയുന്ന ചെടിയുടെ വേരുകളാണ് നമ്മൾ സർപ്പഗന്ധ എന്ന് പറയപ്പെടുന്നതും. അത് തന്നെ നമ്മളുടെ ആയുർവേദത്തിലുള്ള വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. അത് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ, ആസ്മ, ഇൻസോംനിയ പോലുള്ള പലതരം അസുഖങ്ങൾക്കും നമ്മൾ അത് ഡ്രഗ്സ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇത് ന്യൂസിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ന്യൂസിൽ ഇപ്പോൾ നോക്കുന്നത്. അതായത് സർപ്പഗന്ധയുടെ സെയിം ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള മറ്റൊരു ചെടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത്
റവോൾഫിയ ടെട്രാഫൈല എന്ന മറ്റൊരു ചെടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സർപ്പഗന്ധയ്ക്ക് പകരമായി തന്നെ നമുക്ക് ആയുർവേദത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റബിൾ ബേണിംഗ്. അപ്പോൾ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്റ്റബിൾ ബേണിംഗ് വളരെ രൂക്ഷമാണ്. അപ്പോൾ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി ന്യൂസ്. ഇനി എന്താണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് നോക്കാം. ഈ സ്റ്റബിൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ കൊയ്ത്തിന് ശേഷം മണ്ണിന് മുകളിലായി കുറ്റിച്ച് നിൽക്കുന്ന കുറച്ച് അവശിഷ്ടങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്ഥാനത്ത് എസ്പെഷ്യലി വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെയും ഈ സ്റ്റബിൾസിനെയൊക്കെ കൊയ്ത്തിന് ശേഷം കത്തിച്ച് കളയുകയാണ് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള പതിവ്. 1990-കളിൽ വളരെയധികം പ്രിവലൻ്റ് ആയിട്ട് നടക്കുന്ന ഒന്നാണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്നത്. സർക്കാർ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റബിൾ ബേണിംഗ് ഒരിക്കലും തന്നെ കുറഞ്ഞിട്ടില്ല. ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്റ്റബിൾ ബേണിംഗ് തന്നെയാണ് ഡൽഹി പോലുള്ള സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ക്രൂഷ്യലായിട്ടുള്ള ഈ ക്രിട്ടിക്കൽ എയർ പൊല്യൂഷന് കാരണമെന്നാണ് ഈ പല സ്റ്റഡീസും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു അപ്പെക്സ് കമ്മിറ്റി ഇപ്പോൾ നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്പെക്സ് കമ്മിറ്റി ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റബിൾ ബേണിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ആണ് റിലീസ് ആവുന്നത്. അതായത് വളരെ ഹാംഫുൾ ഗ്യാസസ് എന്ന് പറയുമ്പോൾ മീഥെയിൻ, കാർബൺ മോണോക്സൈഡ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് മുതലായിട്ടുള്ള ഒരുപാട് ഹാംഫുൾ ഗ്യാസസ് ആണ് റിലീസ് ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായി തന്നെ നമ്മളിപ്പോൾ മോണിറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. ഇനി നമുക്ക് ഈ കമ്മിറ്റിയെ കുറിച്ച് നോക്കാം. അതായത് ഫോർമർ സുപ്രീം കോടതി ജസ്റ്റിസായ മദൻ ബി ലോക്കൂറിനെയാണ് സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോണിറ്ററിംഗ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുവാനായിട്ട് എൻവയോൺമെന്റ് പൊല്യൂഷൻ കൺട്രോൾ അതോറിറ്റി, അതുപോലെ ഈ 3 സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറികൾ, ഇതുകൂടാതെ തന്നെ നാഷണൽ കാഡറ്റ് കോർപ്സ് അല്ലെങ്കിൽ ഭാരത് സ്കൗട്ട്സ്, NSS ഇവരുടെ ഒക്കെ തന്നെ സേവനങ്ങൾ അദ്ദേഹത്തിന് ഈ കമ്മിറ്റിക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് എന്നുള്ളൊരു മെനസിനെ നമുക്ക് എങ്ങനെ മോണിറ്റർ ചെയ്യാം, അതിന് വേണ്ടുന്ന ഒരു പ്ലാൻ തയ്യാറാക്കുവാൻ വേണ്ടി. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്ലൈനെക്സ് 20 എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് വന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഈ ഇന്ത്യൻ നേവി അതുപോലെ ശ്രീലങ്കൻ നേവി ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു നേവൽ എക്സസൈസ് ആണ് സ്ലൈനെക്സ് 20 എന്ന് പറയുന്നത്. അതിൻ്റെ 8ാമത്തെ എഡിഷൻ ഒക്ടോബർ 19 മുതൽ 21 വരെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ളിൽ ഇന്ത്യൻ നേവിയും ശ്രീലങ്കൻ നേവിയും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ കോപ്പറേഷൻ നമുക്ക് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുവാനും ഒരു മെറിടൈം ഡൊമൈൻ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും സാധിക്കുന്ന ഒരു എക്സസൈസ് ആണ് സ്ലൈനെക്സ് 20 എന്ന് പറയുന്നത്. ഇനി ഈ സ്ലൈനെക്സ് 20യെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നോക്കാം. അതായത് നമ്മൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർഓപ്പറബിലിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും അതുപോലെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടുവാനും അതുപോലെ ബെസ്റ്റ് പ്രാക്ടീസസ് അതുപോലെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് ഫോളോ ചെയ്യാനും ഇങ്ങനെ അത് തമ്മിൽ ഷെയർ ചെയ്യുവാനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ സ്ലൈനെക്സ് 20 എന്ന് പറയുന്നത്. ഈ സ്ലൈനെക്സ് 20 എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല പോളിസീസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ പോളിസിയായ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞ പോളിസി, അതുപോലെ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ സാഗർ എന്ന് പറയുന്ന പോളിസി. അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് Y20 ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. ഈ വട്ടത്തെ Y20 ഗ്ലോബൽ സമ്മിറ്റിൽ നമ്മളുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ശ്രീ കിരൺ റിജിജു പങ്കെടുത്തിരുന്നു. ഇനി എന്താണ് ഈ Y20 ഗ്ലോബൽ സമ്മിറ്റ് എന്ന് നമുക്ക് നോക്കാം. ഈ G20 അജണ്ടയിലുള്ള കാര്യങ്ങളിൽ നമ്മളുടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് യുവജനങ്ങളുടെ വോയിസ് എന്ന് അറിയുവാനുള്ള ഒരു വേദിയാണ് Y20 ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുവാനുള്ളത്. അപ്പോൾ ആദ്യത്തെ വിർച്വൽ ആയിട്ടുള്ള Y20 സമ്മിറ്റ് നടന്നത് സൗദി അറേബ്യയിലുള്ള അൽ ഖബറിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്തും അതുപോലെ തന്നെ എങ്ങനെ ഒരു കോവിഡിന് ശേഷം എങ്ങനെ നമ്മുടെ യൂത്തിനുള്ള എംപവർമെൻറ്റ് കൊടുക്കാം, അവർക്ക് എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാം, എങ്ങനെ യൂത്തിനെ നമ്മുടെ ഗ്ലോബൽ ലീഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ചർച്ചകളാണ് അവിടെ നടന്നിരുന്നത്. ഇനി ഈ പ്രാവശ്യത്തെ തീം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് യൂത്ത് ഡയലോഗ് ഓൺ പോസ്റ്റ് COVID-19 ഓപ്പർച്യൂണിറ്റീസ്. ഇതായിരുന്നു ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയാനുള്ളത്.
നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളുടെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച്, അതായത് ഒഡീഷ കോസ്റ്റിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും നമ്മൾ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡ് ഓഫ് ആന്റി ടാങ്ക് SANT മിസൈൽ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ് ഈ SANT മിസൈൽ എന്ന് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത ഒരു എയർ ടു സർഫസ് മിസൈലാണ് SANT എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹെലികോപ്റ്റർ ലോഞ്ച് നാഗ് ഹെലിന മിസൈൽസ്, അതായത് ആന്റി ടാങ്ക് മിസൈൽസിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണെന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ അകത്തുള്ളൊരു നോസ് മൗണ്ടഡ് ആക്റ്റീവ് റഡാർ സീക്കർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് എത്രമാത്രം നമുക്ക് സേഫ് ലൊക്കേഷൻ ആണ് എനിമിയിൽ നിന്നും എന്ന് നോക്കിയിട്ട് നമുക്ക് ഫയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. The SANT missile has both lock on before launch അതുപോലെ ലോക്ക് ഓൺ ആഫ്റ്റർ ലോഞ്ച് എന്നുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. ഇത് മാത്രമല്ല 15 മുതൽ 20 കിലോമീറ്റർ വരെ ഇടയിലുള്ള ടാർഗറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസും ഉള്ളതാണ്. കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ ഇന്ത്യ ടെസ്റ്റ് ഫയർ ചെയ്ത 11ാമത് മിസൈലാണ് ഇതെന്ന് പറയുന്നത്. നമ്മളുടെ ഡിഫൻസ് സെക്ടറിൽ ഏറ്റവും വലിയൊരു കുതിച്ചുകയറ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു മിസൈൽ ഡെവലപ്മെന്റ് എന്ന് പറയുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി കൊറോണ കാലത്ത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടെക്നോളജിയാണ് പരിചയപ്പെടുന്നത്. കോവിറാപ്പ് ടെക്നോളജി എന്ന് പറയും. അതായത് IIT ഖരഗ്പൂർ, വെസ്റ്റ് ബംഗാളിലുള്ള IIT ഖരഗ്പൂർ ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. IIT ഖരഗ്പൂർ ഡെവലപ്പ് ചെയ്ത കോവിറാപ്പ് എന്നൊരു COVID-19 ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടെക്നോളജിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ന്യൂസിൽ വരാൻ കാരണമെന്ന് പറയുന്നത്, നമ്മളുടെ RT-PCR കിറ്റുകളോട് തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സവിശേഷത ഉള്ള ഒരു ടെസ്റ്റ് കിറ്റാണിത്. അത് മാത്രമല്ല ഇത് വളരെയധികം അഫോർഡബിൾ കൂടിയാണ്. ഈ ഒരു കോവിറാപ്പ് ടെസ്റ്റ് കിറ്റ് പ്രകാരം നമുക്ക് ഒരു വിത്തിൻ 1 അവർ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുവാൻ സാധിക്കുന്നതാണ്. അത് ഒരു വളരെ അഫോർഡബിൾ എന്ന് പറയാൻ കാരണം തന്നെ 500 രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഒരു സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണ കോമൺ പീപ്പിൾസിനൊക്കെ തന്നെ നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് എടുക്കുവാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കൊറോണയ്ക്ക് മാത്രമല്ല ഈ ടെസ്റ്റ് കിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആയ മലേറിയ, ഇൻഫ്ലുവൻസ, ഡെങ്കി അല്ലെങ്കിൽ ജാപ്പനീസ് എൻസിഫാലിറ്റിസ്, ട്യൂബർക്കുലോസിസ് ഇതുപോലെയുള്ള വളരെയധികം ഇൻഫെക്ഷ്യസ് ഡിസീസസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെയിം കിറ്റ് നമുക്ക് യൂസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് INS കവരത്തിയെ കുറിച്ചാണ്. ഒക്ടോബർ 22, 2020 പ്രൊജക്ട് 28, അതായത് കമോർത്ത ക്ലാസിന് കീഴിലുള്ള INS കവരത്തി ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്തിരിക്കുന്നു. അതൊരു ആന്റി സബ്മറൈൻ വാർഫെയർ ആണ്. ASW എന്ന് പറയുന്ന ആന്റി സബ്മറൈൻ വാർഫെയർ ആണ്. ഇതാണെങ്കിൽ ഒരു ലാസ്റ്റ് ഓഫ് ദ കമോർത്ത ക്ലാസ് ആണ്. 4 കമോർത്ത ക്ലാസ് കോർവെറ്റ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും ലാസ്റ്റിൽ ഇപ്പോൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു INS കവരത്തി എന്ന് പറയുന്നത്. മറ്റ് 3 കമോർത്ത ക്ലാസ് കോർവെറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. INS കമോർത്ത, INS കഡ്മറ്റ് ആൻഡ് INS കിൽട്ടാൻ എന്നുള്ളതാണ് മറ്റ് 3 കമോർത്ത ക്ലാസ് കോർവെറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആന്റി സബ്മറൈൻ വാർഫെയർ നോക്കാം. ഇതൊരു അണ്ടർ വാട്ടർ വാർഫെയർ ആണ്. അപ്പോൾ ഇത് ഒരു എനിമി സബ്മറൈൻസിനെ നമുക്ക് കണ്ടുപിടിക്കുവാനും ട്രാക്ക് ചെയ്യുവാനും അതുപോലെ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു ആന്റി സബ്മറൈൻ വാർഫെയർ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയർ ടോപ്പിക് എന്ന് പറയുന്നത് കപില ക്യാമ്പയിൻ ആണ്. അപ്പോൾ എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ന്യൂസ് എന്നുള്ളത്. നമ്മളുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കപില ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് ഈ കപില ക്യാമ്പയിൻ എന്ന് നോക്കാം. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ കലാം പ്രോഗ്രാം ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആൻഡ് അവയർനെസ് ക്യാമ്പയിൻ. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് സിഗ്നിഫൈസ് ഇമ്പോർട്ടൻസ് ഓഫ് പേറ്റന്റിങ് ആൻഡ് ഇൻവെൻഷൻ. നമ്മളിപ്പോൾ ഒരു ഇന്നോവേഷനിൽ കൂടെ ഒരു ഇൻവെൻഷൻ നടത്തുകയാണ്, ഒരു കണ്ടുപിടുത്തം നടത്തുകയാണ്. അപ്പോൾ അത് പേറ്റന്റ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചിട്ടാണ് ഈ ഒരു കപില ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവിഷ്കരിക്കുന്ന ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് വളരെയധികം ഊന്നൽ കൊടുക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് ഈ ഒരു പേറ്റന്റിങ് ആൻഡ് ഇൻവെൻഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലോകത്ത് ആകെപ്പാടമുള്ള പേറ്റന്റിങ് കണക്കുകൾ എടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴെയാണ്.
നമ്മളുടെ പേറ്റന്റിങ് ഇൻവെൻഷൻസ്, അത് ഇൻവെൻഷൻസിലുള്ള നമ്മളുടെ പേറ്റന്റിങ് കൂടുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനുള്ള ഫണ്ടിങ് അതുപോലെ തന്നെ കൂടുന്നതാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള നമ്മളുടെ രാജ്യത്തുള്ള മാനുഫാക്ചറിങ് കൂടുന്നതാണ്. നമ്മളുടെ രാജ്യം എക്കണോമിക്കലി തന്നെ ഒരു ഡെവലപ്ഡ് കൺട്രി ആകുവാനുള്ള ഏറ്റവും വലിയൊരു സ്റ്റെപ്പായിരിക്കും ഇതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. അതുതന്നെയാണ് ആത്മനിർഭർ ഭാരത് കൊണ്ടും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ആയുഷ്മാൻ സഹകാർ സ്കീം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്ററായ നരേന്ദ്ര സിംഗ് തോമാർ ആയുഷ്മാൻ സഹകാർ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ സ്കീം എന്ന് നമുക്കിനി നോക്കാം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തുവാനായി സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഒരു പ്രയത്നങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അവരെ എയ്ഡ് ചെയ്യുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് തുടങ്ങിയതാണ് ആയുഷ്മാൻ സഹകാർ എന്ന് പറയുന്നത്. ഇത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NCDC ആണ്. ഇനി എന്താണ് ഈ സ്കീമിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഹെൽത്ത് ഫെസിലിറ്റീസ് വർക്ക് ചെയ്യാനുള്ള ഓപ്പറേഷണൽ റിക്വയർമെന്റ്സ് കൊടുക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ നൽകുക, മാർജിൻ മണി സപ്ലൈ ചെയ്യുക, ഇതൊക്കെ ഈ സ്കീമിനടിയിൽ വരുന്നതാണ്. അതുമാത്രമല്ല സ്ത്രീകൾ മെജോറിറ്റിയായി വരുന്ന ഈ സഹകരണ സംഘങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് പലിശ ഇളവുകൾ, അതായത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഒക്കെ നൽകുന്നതാണ് ഈ ഒരു സ്കീം പ്രകാരം. അതുമാത്രമല്ല NCDC ലോണിന്റെ ടേം എക്സ്റ്റെൻഡ് ചെയ്യുകയും ഈ ഒരു കോപ്പറേറ്റീവ്, അതായത് സഹകരണ സംഘത്തിന് തന്നെ ഈ വരും വർഷങ്ങളിൽ 10,000-ലധികം കോടി രൂപ ഈ ഒരു യജ്ഞത്തിനായി തന്നെ മുടക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതും. ഈ ഒരു സ്കീം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു ഫാർമേഴ്സ് വെൽഫെയർ കൂടുതൽ ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാർഷിക രംഗത്തുള്ള ഒരു ശാക്തീകരണമാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വെൽഫെയർ സ്കീം കൊണ്ടും ഉദ്ദേശിക്കുന്നത്.